എല്ലാവർക്കും നമസ്കാരം. ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഇതിനകത്ത് ക്യാരക്ടേഴ്സാണ്. ബേബി ഗേളും ഇതിൻ്റെ കഥയുമാണ് ഇതിൻ്റെ ഹീറോസ്. ബാക്കി എല്ലാവരും ഞങ്ങൾ ക്യാരക്ടേഴ്സാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇത് എന്താ പറയുക, പുതിയതായിട്ട് ജനിക്കുന്ന ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള കഥയാണ്. അടുത്ത ജനറേഷൻ്റെ കഥയാണ്. അത് സംസാരിക്കപ്പെടുന്നതാണെന്ന് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ തീരുമാനിച്ചു. Thank you. I mean, standing on this world stage and so humbly saying that you're one of the characters. Can you please have a huge round of applause? ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് സഞ്ജുവേട്ടൻ വന്ന് ഈ കഥ പറയുന്നു. കഥ പറഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ വളരെ ധൈര്യപൂർവ്വം എടുക്കാൻ ഡെസ്റ്റിൻ്റെ കൂടെ വരുന്നു. ആ കഥ കേട്ടിട്ട് ഒരു സിംഗിൾ ഹീറോ സബ്ജക്റ്റ് അല്ല എന്നറിഞ്ഞ് വളരെ മാഗ്നാനിസമായി നിവിൻ സർ ഇതിൻ്റെ ഭാഗമാകുന്നു. നിവിൻ സാർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ആക്ടേഴ്സും വളരെ ടാലൻ്റായിട്ട്, വളരെ സപ്പോർട്ടീവായിട്ട്, വളരെ ചെറിയ ചെറിയ പോർഷൻസ് ചെയ്താലും വളരെ ഹ്യൂജ് കോൺട്രിബ്യൂഷനാണ് അവർ വന്ന് നമുക്ക് വേണ്ടി ചെയ്തത്. സോ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഇന്നിവിടെ നിൽക്കുമ്പോൾ, ഈ മൊമെൻറ്റിലൂടെ നിൽക്കുമ്പോൾ അനീസ് നാടോടി നമ്മളൊരു പബ്ലിക് സ്പേസിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അത് ആ സ്പേസുമായിട്ട് ബ്ലെൻഡ് ചെയ്തൊരു സെറ്റപ്പും എല്ലാം വർക്ക് ചെയ്ത് അനീസ് നാടോടി, എൻ്റെ മിക്സിംഗ് എഞ്ചിനീയറായ ഫസൽ ബക്കർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സിനിമ മിക്സ് ചെയ്തിരിക്കുന്നത്. Who began shooting this film at only 4 days old. Only 4 days old was baby Rudraj. Do we have the baby? Oh, our baby was going to join us because he is a baby. Baby has gone to sleep. But please, can we have a huge round of applause for the baby who made his debut in this movie? This is either cherry or a feat alla to give a 4-day-old baby. I would like to ask all of you all, Nivin sir, ee kochina first time kittipo 4 ദിവസം ഉണ്ടായല്ലോ. What was, has this happened before to you that you acted with a 4-day-old baby, and what was that experience like? ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം 4 ദിവസമുള്ള ഒരു കുട്ടീനെ, കാരണം കുട്ടി ജനിച്ചിട്ടുള്ളൂ, പല അതും ഹെൽത്തിയായി വരണമല്ലോ, ഇമ്മ്യൂണിറ്റിക്ക് വരണം. പക്ഷെ അതിനു മുമ്പ് തന്നെ അതിൻ്റെ പാരൻസ് ഈ സബ്ജക്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ആ കൊച്ചിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ കുട്ടിയുടെ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണമെന്ന് ഞങ്ങളെല്ലാവരും നേരിട്ട് കാണുന്നുണ്ട്. കാരണം ഭയങ്കര ചൂടാണ്. നമ്മൾ എ സിയിൽ എടുത്തുന്നു, തിരിച്ചു കൊണ്ടിരുന്നു, എ സിയിൽ തിരിച്ചു വരുന്നു. അതൊരു 3-4 മാസം പ്രായമായ ഒരു കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടി അത് 4 ദിവസമായിട്ടുള്ളൊരു കുട്ടിയല്ലേ, അതൊരു കമ്മിറ്റ്മെൻ്റാണ്, ഈ സബ്ജക്റ്റിനോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ അത് അഖിലിനും വിഷനും എല്ലാ നന്ദിയും പറയുന്നു. When you held the 4-day-old Rudraj, Asamit, did you get reminded of your own when you were a father for the first time? അല്ല, ഈ ജനിച്ച കുട്ടികളെ എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒന്നാമത് അവരുടെ കഴുത്തൊക്കെ ഒന്ന് കുറച്ചുണ്ടാവില്ല, അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണല്ലോ. അപ്പം ഡിഫിക്കൽട്ടായിരുന്നു ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും. പക്ഷെ അതൊരു ഡിസിഷനാണല്ലോ, ഒരു പാരൻസിൻ്റെ ഡിസിഷനാണ്. ഈ കഥ പറയപ്പെടണമെന്ന് അവരും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ആ കുട്ടി വന്നു, ഈ കുട്ടി വന്നതുകൊണ്ട് ഈ സിനിമ നടന്നു. Can we please have a huge round of applause for our baby star? This is not a normal story, and absolutely, I think the mother requires a huge round of applause. Now I next call on stage Sangeet Pratap, a talented Sangeet Pratap. Can we hear a bigger round of applause? Greetings Sangeet, thank you for joining us tonight. So, the same thing. You heard of Baby Girl, the story the first time. You heard about the cast, who you're going to be acting with, who's going to be your entire team. What was your first thoughts? എല്ലാവർക്കും നമസ്കാരം. Or can you tell me, like, just short 2-3 sentences, what was your biggest learning experience? ബിഗ്ഗസ്റ്റ് ലേണിംഗ് കുഞ്ഞിനെ എടുക്കുന്നതായിരുന്നു. Yes, can we talk about that? Because I know that, what was that? Like, what you scared, your first emotions? ആക്ച്വലി ഇതുപോലെ ഞാനും ചേട്ടൻ പറഞ്ഞ പോലെയാണ്, കുഞ്ഞുങ്ങളെയൊന്നും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്തിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാനും ലിജോയും ഒരുപാട് കുട്ടിയായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര കാര്യമായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ പോലെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് കുറേ ദിവസം. So you're ready to be a father now? You're ready to be a father? No.
Okay, so apart from the biggest challenge of course looking after the baby, what about your learning experience as an actor working with this team? I heard you had to work, a city was stopped for this. From എന്നെ ബേബികളിൽ ലിസൺ ചേട്ടനാണ് ആദ്യം വിളിച്ചത്. ലിസൺ ചേട്ടൻ എൻ്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ ലിസൺ എന്നെ വിളിച്ചു. എന്നിട്ട് കരൺ ചേട്ടനെ കണ്ടു, സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എളുപ്പമുള്ള കഥയല്ല. പിന്നെ ഒരു എന്താ പറയുക, ചെറിയൊരു ക്യാരക്ടറാണെങ്കിലും അത്യാവശ്യം ഒരു കുറച്ച് ടഫായിട്ടുള്ളൊരു വേഷമായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ചെയ്തത്. ഇവരോടൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇതിന് ചേട്ടനോട് പടം ചെയ്യാൻ ആസ് ബിഗ് നിവിൻ ഫാനാണ്. അപ്പോൾ പുള്ളിയോട് ഒരു ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവരും വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. Can we please have you on stage? Alfie, Asisika, Ranjini, Srijit Ravi, Kichu Tellis, James Alia. All right, thank you so much. So normally stage in Nokumba, what we see is not a film team, it's a family. It's years of friendship, collaboration, trust and shared creative vision. It's not easy to bring everyone together and we're truly delighted that all of you, Cinema Kainittum, you all come together. Can we please have a huge round of applause for this amazing dream team? All right, so now the moment that we've all been waiting for. You may all, thank you so much for your time. You will all take your seats. അതിനെപ്പറ്റി സംസാരിക്കണം. ലോകം മുഴുവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക.